തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ വ്യാപകമായി അവയവ കച്ചവടം നടന്നുവെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ. 2 വാർഡുകളിൽ നിന്നായി 7 പേരുടെ അവയവം കച്ചവടം ചെയ്തു. 5 പേരുടെ വൃക്കയും 2 പേരുടെ കരളുമാണ് വിൽപ്പന നടത്തിയതെന്ന് CA ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അവയവ കച്ചവടത്തെ സംബന്ധിച്ച് പരാതി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഒന്നും കാര്യക്ഷമമായി നടന്നില്ല. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ് ഈ വൃക്ക മാഫിയ ഉന്നമിക്കുന്നത്. ഇതൊക്കെ കച്ചവടം നടക്കുന്നത്. കച്ചവടം നടത്താൻ പറ്റില്ല. ഈ സ്ത്രീകളെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു എന്നുള്ളത്. കരൾ നൽകിയവർക്ക് 10 ലക്ഷം രൂപയും വൃക്ക നൽകിയവർക്ക് 5 ലക്ഷം രൂപയുമാണ് നൽകിയത്. ഏജന്റുമാർ മുഖേന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ബന്ധപ്പെട്ട് സ്ത്രീകളുടെ അവയവങ്ങളാണ് കച്ചവടം നടത്തിയിരുന്നത്. പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്, SC വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ വളരെ കഷ്ടത്തിലുള്ള ആൾക്കാരെ അവരാ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ് ഇവര് മുതലെടുക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് CA ബാബു അവയവ കച്ചവടം സംബന്ധിച്ച് പരാതി നൽകിയത്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രമല്ല, കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ അവയവ മാഫിയ പിടിമുറുക്കിയിട്ടുണ്ടെന്ന സംശയമാണ് പരാതിക്കാരൻ പങ്കുവയ്ക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.